പിന്നെ മൈലേജ് വരുവാണെങ്കിൽ എനിക്കൊരു 17 മൈലേജ് എനിക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഗിയർ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മള്. വൂൾഫിന്റെ സ്റ്റേറ്റ് നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കംഫർട്ട് ഡ്രോപ്പ് ആവും എന്തായാലും. വെൽക്കം ബാക്ക് ടു മോഡിഫൈഡ് വീൽസ്. അപ്പോൾ ഇന്ന് നമ്മൾ അഗൈൻ ആൻഡ് അഗൈൻ ഒരു സ്വിഫ്റ്റ് ആയിട്ടാണ് പിന്നെയും വന്നിരിക്കുന്നത്. ഇതൊരു പെട്രോൾ സ്വിഫ്റ്റ് ആണ്, പക്ഷേ ഇതിൽ ചെയ്തിരിക്കുന്ന എയർ സസ്പെൻഷൻ ആണ് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ കംഫർട്ട് കാര്യങ്ങൾ, ലാസ്റ്റ് വണ്ടികളൊക്കെ കോയിലോവേഴ്സ് ആയിരുന്നു. അപ്പോൾ കോയിലോവേഴ്സ് അതും നമ്മുടെ ഈ ഒരു എയർ സസ്പെൻഷൻ തമ്മിലുള്ള കുറച്ച് ഡിഫറൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയുണ്ട്, കംഫർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇതൊരു 2013 മോഡൽ സ്വിഫ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ 2024 മോഡൽ പുതിയ സ്വിഫ്റ്റ് ഇറങ്ങി ടൈപ്പ് 4, അതുപോലെ 2017 ടൈപ്പ് 3 ഇറങ്ങി. അപ്പോൾ അതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസും അതുപോലെ ഡിമാൻഡും ഉള്ളൊരു വാഹനമാണ് ഈ ഒരു സ്വിഫ്റ്റ്, ഈ ഒരു മോഡൽ, അതായത് ടൈപ്പ് 2 സ്വിഫ്റ്റ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്തിട്ടുള്ള വർക്കുകളും കാര്യങ്ങളും അപ്ഗ്രേഡ്സ് എല്ലാം നമുക്ക് ചോദിച്ചറിയാം. അതിനായി ഈ ഒരു വാഹനത്തിന് ഓണർ ശ്യാം ബ്രോ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് പുള്ളിനെ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യാം. ഹൈ ബ്രോ. ഹലോ. യെസ്, എന്നാണ് വിശേഷം? സുഖം. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം ഇന്നൊന്ന് റിവ്യൂ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ, ബ്രോയുടെ എക്സ്പീരിയൻസ് അതുപോലെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് ശ്യാം എന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു ഗെയിമിങ് പരിപാടികളായിട്ട് അങ്ങനെ പോവാണ്. ഓക്കെ. അപ്പോൾ എന്താ പറയാ, വണ്ടി നമ്മൾ എടുത്തിട്ട് ഇപ്പോൾ ഒരു 2 ഇയർ അടുപ്പിച്ചിട്ടായി. ഇപ്പോൾ ലൈക്ക് 1 ഇയർ ഫുള്ളും വണ്ടി വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ഷോപ്പിലൊക്കെ ആയിരുന്നു. ഇതിലേക്ക് R4 കസ്റ്റമേഴ്സിന്റെ ഒരു പ്രോജക്റ്റ് ആണ് ഫുള്ള്. അപ്പം നമുക്ക് ഈ ഒരു വാഹനത്തെ കുറിച്ച് ഫുള്ളായിട്ടൊന്ന് അറിയണം, ബ്രോയുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും. അതിനു മുന്നേ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. എന്നാണ് സ്വിഫ്റ്റ് ഓൺ ചെയ്യുന്നത്? ഞാനിത് 2022 വണ്ടി എടുക്കുന്നത്. 22 എടുക്കുന്നത്, മാർച്ചിൽ. ഓക്കെ. എന്താണ് ഇപ്പൊ ഈ 2022 എന്ന് പറയുമ്പോൾ ടൈപ്പ് 3 സ്വിഫ്റ്റ് അവൈലബിൾ ആണ്. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും കുറച്ചൊരു പുതിയ മോഡൽ നോക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ടൈപ്പ് 2 സ്വിഫ്റ്റ് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത്? ഞാനിത് സെക്കൻഡ് എടുത്തതാണ് വണ്ടി. എടുത്തപ്പോഴത്തേക്കും എനിക്ക് ലൈക്ക് എന്താ പറയാ, ടൈപ്പ് ആ ഒരു സമയത്ത് ബഡ്ജറ്റ് ഉണ്ടെങ്കിലും എനിക്ക് ലൈക്ക് സെക്കൻഡ് എടുക്കാന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു. പിന്നെ വണ്ടി എപ്പോഴും കുറച്ച് പണിയണം, ആ ഒരു മൈൻഡോടെയാണ് ഞാൻ എടുത്തത്. അപ്പോഴത്തേക്കും എനിക്ക് ടൈപ്പ് 2 സ്വിഫ്റ്റിന്റെ മോഡൽ കാരണം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റീസ് ആയാലും വലിയ കുഴപ്പമില്ലാത്തത് ടൈപ്പ് 2 ആണ്. വർക്ക് എടുക്കാനാണെങ്കിൽ നല്ല രസമാണ് ഇതിൽ പണിയാനൊക്കെ ആയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ടൈപ്പ് 2 പോയത്. ഈ ഒരു വാഹനം കിട്ടിയപ്പോ, ഈ ഒരു സ്വിഫ്റ്റ് കിട്ടിയപ്പോ കംപ്ലീറ്റ്ലി പ്യൂർ സ്റ്റോക്ക് ആയിരുന്നു? പോയി അത്യാവശ്യം ലൈക്ക് അതിന്റെ വീൽസ് മാത്രമേ മാറ്റിയായിരുന്നു അവര്. ഇതിൽ 17 ഇഞ്ച് വരെ അലോയ്സ് ആയിട്ടുണ്ടായിരുന്നു. വേറെ ബാക്കിയെല്ലാം സ്റ്റോക്ക് ആയിരുന്നു വണ്ടി. അത് കഴിഞ്ഞിട്ട് നമ്മളാണ് പിന്നെ ഓരോന്നായിട്ട് പെയിന്റിങ്ങും ബാക്കി അതോട്ട് സ്ക്രാച്ച് ഔട്ടും നമ്മൾ ഫുള്ള് ഈ ഒരു ബ്ലാക്ക് പെയിന്റിങ് ബ്ലാക്ക് തന്നെ ആയിരുന്നു. ഞാൻ വീണ്ടും അത് ഒന്നേന്ന് റീപെയിന്റ് ചെയ്തതാണ് വീണ്ടും ബ്ലാക്കിലോട്ട്. കാരണം അതിന്റെ ഫുൾ അത് ഫെയ്ഡ് ആയിരുന്നു ആ ബ്ലാക്ക്. 2013 മോഡൽ വണ്ടി, അതിന്റെ തന്നെ പെയിന്റിങ് ആയിരുന്നു. അപ്പോ അവിടെ ഇവിടെ ചെറിയ ചെറിയ സ്ക്രാച്ചസും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ പെയിന്റിങ്ങും അത്ര ഓക്കെ അല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഫുൾ പെയിന്റിങ് ബ്ലാക്ക് തന്നെ. എനിക്ക് ബ്ലാക്ക് ഇഷ്ടമാണ്. അപ്പൊ അത് തന്നെ വീണ്ടും റീപെയിന്റ് ചെയ്തു. ഒരു ബ്ലാക്ക് അതൊന്നുമല്ല പറഞ്ഞത്. ഓക്കെ. അപ്പോ ഇതിന്റെ ഈ ഒരു ഇത്ര നാൾ ഉപയോഗിച്ചല്ലോ, ഇപ്പൊ ഒരു 3 കൊല്ലമായിട്ട് ഈ സ്വിഫ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? എനിക്ക് ഇഷ്ടമാണ് പേഴ്സണലി. കാരണം മൈലേജ് വൈസ് ആയാലും പിന്നെ എന്താ പറയാ, നമുക്ക് കൊണ്ടുപോവാം എവിടെ വേണോ, വലിയ കുഴപ്പമൊന്നുമില്ല. വണ്ടി എന്താ പറയാ, എവിടെ വേണോ വന്ന് മീൻസ് വലിയ അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ നമുക്ക് കൊണ്ടുപോകാനായിട്ട്. എവിടെയെങ്കിലും ബ്ലോക്ക് ആയാലും വലിയ നമുക്ക് എവിടെ നിന്നൊക്കെ എഴുതി വരാം. ചെറിയ വണ്ടി കുറച്ച് ചെറുതായതുകൊണ്ട് കോമ്പാക്ട് ആണ്, നമുക്ക് എവിടെ വേണോ കൊണ്ടുപോകാം. ഓക്കെ. അതുപോലെ തന്നെ എങ്ങനെയുണ്ട് കംഫർട്ട് കാര്യങ്ങളൊക്കെ സ്വിഫ്റ്റ് എടുത്തിട്ട്? കംഫർട്ട് വൈസ് വലിയ കുഴപ്പമില്ല. ഞാൻ എടുത്ത സമയത്ത് എനിക്ക് കുറച്ച് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. വണ്ടിയുടെ ഷോക്കിന് കുറച്ച് കംപ്ലൈന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സെക്കൻഡ് എടുത്തിട്ട് എനിക്ക് പണിയായിട്ട് കിട്ടിയത് ഷോക്ക് അബ്സർ മാത്രമാണ്. ഷോക്ക് അബ്സർ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു വണ്ടി സെക്കൻഡ് എടുത്ത സമയത്ത്. അത് ഫുള്ളി ഞാൻ മാറ്റി. ലൈക്ക് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ പോണം. ഇപ്പം എനിക്ക് ഓക്കെയാണ്. ഓക്കെ, കംഫർട്ട് വൈസ് ഓക്കെയാണ്. അതെ അല്ലേ? അപ്പോൾ ഒരുപാട് കോസ്റ്റ് ചെലവ് വരുന്നുണ്ടോ നമുക്ക് സ്വിഫ്റ്റിന്റെ ഒരു ചെറിയ വർക്ക്? സ്വിഫ്റ്റിന് അങ്ങനെ വലിയ ചെലവൊന്നും വരത്തില്ല. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെലവൊക്കെ വരത്തുള്ളൂ. നോർമൽ വണ്ടികളെല്ലാം ചെലവ് കുറവാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ഒരു കോസ്മെറ്റിക് സൈഡും അതുപോലെ എന്തൊക്കെ ചെയ്തേക്കുന്നതിലേക്ക് കടക്കാം അല്ലെ? ഫ്രണ്ട് പ്രൊഫൈൽ വരുവാണെങ്കിൽ നമ്മൾ ആദ്യം എന്റെ 2030 മോഡൽ ഇതാണ് പറഞ്ഞത്.
അപ്പൊ 2013 മോഡലിലെ ലൈക് ഫ്രണ്ട് ബമ്പർ ഇതല്ല വരുന്നത്. ഇവിടെ ഈ ഇത് ഉണ്ടാവത്തില്ല. അപ്പൊ ഈ ഒരു ഷേപ്പ് അത് നമ്മൾ 2015 മോഡലിന്റെ ബമ്പറായിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അത്. പിന്നെ നമ്മള് ഈ ഒരു ബാഡ്ജിങ് നമ്മള് ഇത് ചെയ്തായിരുന്നു. പിന്നെ 2 ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ് നമ്മൾ എടുത്തതാണ്. പിന്നെ വരികയാണെങ്കിൽ നമ്മള് ഫോഗ് പ്രൊജക്ടർ ചെയ്തിട്ടുള്ളത്. അതെ അതെ, ഫോഗ് പ്രൊജക്ടർ ആയിട്ടുള്ള അത് നമ്മള് മറ്റേ അതിൽ 3 കളേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു 3 കളർ, വൈറ്റ്, വാം, യെല്ലോ, ആ ഒരു 3 കളർ ഉണ്ട്. ഓക്കെ. അപ്പൊ അത്യാവശ്യം ഹെഡ്ലൈറ്റും ഈ ഒരു ഫോഗും കൂടി അത്യാവശ്യം നല്ലൊരു വെളിച്ചം തന്നെ. അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട്. രാത്രിയൊക്കെയാണല്ലോ അത്യാവശ്യം നല്ല കിട്ടും, നല്ല തെളിയും കിട്ടും. അതെ. ഞാൻ പ്രൊജക്ടർ താഴത്തത് അധികം ഇടാറില്ല. ആവശ്യം വരുമ്പോഴത്തേക്ക് ഇടാറുള്ളൂ. അധികം ലൈറ്റ് ഭയങ്കര ഇതായിട്ട് വരുമ്പോഴത്തേക്ക് ഇടാറുള്ളൂ. ഫോഗി ആയിട്ടുള്ള കണ്ടീഷൻ ഫോഗി അതിലൊക്കെ വേണ്ടി വരുന്നല്ലേ. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വന്നാലോ? യെസ്. സോ ശ്യാംബ്രോ, എന്തൊക്കെയാണ് നമ്മൾ സൈഡ് പ്രൊഫൈലിൽ കൊണ്ടുവന്നിരിക്കുന്ന അപ്ഗ്രേഡ്സ്? സൈഡ് പ്രൊഫൈൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മള് 17 ഇഞ്ച് ഒരു വീൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ടയർ വന്നിട്ട് 205 45 70 ആണ്. പിന്നെ സ്കാറ്റിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരികയാണെങ്കിൽ നമ്മള് കാലിപ്പർ കവർ, ബ്രംബോയുടെ കാലിപ്പർ കവേഴ്സ് ആയിട്ടുണ്ട്. ആ ഒരു ലുക്ക് നല്ല അത്യാവശ്യം കിട്ടാൻ വേണ്ടിട്ട്. റണ്ണിങ്ങില് പിന്നെ നമ്മൾ ഒതുക്കിയിട്ടെങ്കിൽ അവിടെ കാണാൻ ഒരു രസമാണ്. ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മള് ലൈക്ക് ഇതിന്റെ മിറർ കേപ്പിന്റെ താഴെയായിട്ട് നമ്മൾ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നൈറ്റ് അത് വിസിബിൾ ആവത്തുള്ളൂ. നല്ല അത്യാവശ്യം ലുക്കാണ്. ഇതിന്റെ അടിയിൽ വാട്ടർ പ്രൂഫിംഗ് അല്ല, വലിയ കുഴപ്പമൊന്നും വരത്തില്ല. സ്റ്റോക്ക് മിററിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മെയിൻ ആയിട്ട് ലൈക്ക് എയർ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മള് എയർ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോ അതിന് അത്യാവശ്യം കംഫർട്ട് 205 45 70 ആണ് അത്യാവശ്യം കംഫർട്ട്. ലൈക്ക് എയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മള് കംഫർട്ട് അധികം ഡ്രോപ്പ് ആവരുത് എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് നമ്മള് ഈ ഒരു ടയേഴ്സ് ആയിട്ട് 205 ആയിട്ടേക്കണം നമ്മള്. ഓക്കെ. അപ്പോ ഈ എയർ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട് സ്വിഫ്റ്റില് ആദ്യമായിട്ടാണ് എയർ സസ്പെൻഷൻ ചെയ്ത് സ്വിഫ്റ്റിന്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പോ എങ്ങനെയാണ് ബ്രോയുടെ ഒരു കംഫർട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എയർ ചെയ്തിട്ട്? കംഫർട്ട് കാര്യങ്ങള് എന്തായാലും ഓഫ് കോഴ്സ് എന്തായാലും ഡ്രോപ്പ് ആവും, കുറച്ച് കംഫർട്ട് ഡ്രോപ്പ് ആവും എന്തായാലും. പക്ഷെ അത് നമുക്ക് ഭയങ്കരമായിട്ട് ലൈക്ക് അറിയാൻ മാത്രമുള്ള ലൈക്ക് അത് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള അധികം വലിയൊരു കംഫർട്ട് ലോസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ പക്ഷെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പൊക്കിയിട്ട് ഓടിക്കുകയാണെങ്കിൽ ബൗൺസിങ് വരും. അതുപോലെ തന്നെ നല്ല ഡ്രോപ്പ് ചെയ്ത് അത്യാവശ്യം നല്ല ഡ്രോപ്പിലിട്ട് ഓടിക്കുമ്പോഴും ചെറിയൊരു ഇത് വരും. പിന്നെ നമുക്ക് മിനിമൽ ഒരു ഹൈറ്റിൽ പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കംഫർട്ടും കുഴപ്പമില്ലാണ്ട് കിട്ടും. പിന്നെ ഞാൻ ആദ്യം കോയിലോവേഴ്സ് ആണ് നോക്കിയത്. പിന്നെ എന്റെ യൂസ് ഞാൻ ലൈക്ക് അത്യാവശ്യം എല്ലാ ദിവസവും വണ്ടി എടുക്കുന്ന ഒരാളാണ്, മിക്ക ദിവസം വണ്ടി എടുക്കുന്ന ആളാണ്. അപ്പോ ലൈക്ക് ഡെയിലി യൂസിന് എനിക്ക് അത്ര ഓക്കെ അല്ല, എനിക്കത്ര ഓക്കെ അല്ല, കംഫർട്ട് അല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എയറിലോട്ട് പോയത്. നമുക്ക് എവിടെയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകാൻ പറ്റും. പിന്നെ നാട്ടിലോട്ടും ഇടയ്ക്കിടെ ഞാൻ പോകും. ഞാൻ ഇപ്പൊ എറണാകുളത്താണ് നിൽക്കുന്നത്. അപ്പൊ നാട്ടിലോട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്. അപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള റോഡൊക്കെ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പോകാലോ. ഇതാണ് പിന്നെ ആവശ്യത്തിന് ബുക്കിംഗ് കുഴപ്പമില്ലാതെ അപ്പൊ ആ രീതിയിൽ പോവാം. കുഴപ്പമില്ല. അപ്പൊ കംഫർട്ടിന്റെ കാര്യത്തിൽ ബ്രോ സാറ്റിസ്ഫൈഡ് ആണ്? ഓക്കെയാണ്. കുഴപ്പമൊന്നുമില്ല. ബാക്ക് പ്രൊഫൈലിലേക്ക് മാറ്റങ്ങൾ എന്തൊക്കെയാ? ബാക്ക് പ്രൊഫൈൽ നമ്മള് ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. LED ആണല്ലേ? LED. ഓക്കെ. അതെ. പിന്നെ വരുവാണെങ്കിൽ നമ്മള് ഒരു ഡിഫ്യൂസർ കിറ്റ് കസ്റ്റം മെയ്ഡ് ആണിത്. ഇത് ഫുള്ള് ഇത് നമ്മൾ എല്ലാം മേടിച്ചല്ല, ഇത് കസ്റ്റം ചെയ്തെടുത്താണ് ഫുള്ള്. പിന്നെ നമ്മൾ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മള്. അപ്പൊ ഏതിന്റെയാ ചെയ്തിരിക്കുന്നത്? നമ്മൾ 0 ഫോഴ്സിന്റെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിൽ വരുവാണെങ്കിൽ നമ്മള് അങ്ങനെ അധികം ചെയ്തിട്ടില്ല. ഇത് നമ്മളെ സ്റ്റോക്ക് സ്പോയിലർ തന്നെയാണ്. എല്ലാം ഫുൾ ആയിട്ട് നീറ്റ്. ലൈക് നോർമലി ഇപ്പം കുറെ എന്താ പറയാ അത്യാവശ്യം ലൈക് ഷോക്ക് ഇറങ്ങണം ആ ഒരു പർപ്പസിലല്ല ഞാൻ ചെയ്തത്. എനിക്ക് എന്റെ രീതിയിൽ അത്യാവശ്യം ക്ലീൻ ആയിട്ട് ഇരിക്കണം എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു വണ്ടി. ഡെയിലി യൂസ് ആണ് വണ്ടി. ഓക്കെ ശ്യാംബ്രോ, അപ്പൊ ഇതിനകത്തൊരു വാൾട്രോണിക് എക്സോസ്റ്റ് ആണല്ലോ ചെയ്തിരിക്കുന്നത്? അതെ അതെ. അപ്പൊ നമുക്ക് അതിന്റെ ഇതിപ്പോ ഓഫ് ആക്കിയിട്ട് ജസ്റ്റ് ഓഫ് ആക്കിയിട്ടേക്കുന്നു. അപ്പൊ അതൊന്ന് ഓൺ ആക്കി എക്സോസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു. ഓക്കെ ഓക്കെ. അപ്പൊ അത്യാവശ്യം നല്ലൊരു സ്വീറ്റ് വോയിസ് അല്ലേ വരുന്നത്? അതെ അതെ അതെ. എനിക്ക് ഭയങ്കര അലമ്പല്ലാത്തൊരു പൊട്ടലും ചീറ്റലും ഒന്നും ഇല്ലാത്ത കാരണം അല്ല, അത്യാവശ്യം നീറ്റ് സൗണ്ടാ. പിന്നെ നമ്മള് പോപ്സ് ആൻഡ് ബാങ്ക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളൊരു 3000
to 4000 RPM സെറ്റ് ചെയ്തേക്കണം. സെറ്റ് ചെയ്തേക്കണം. ഈ ഒരു നോർമൽ ആയിട്ട് പോവാണെങ്കിൽ ഒരു നല്ല സൗണ്ട് ക്ലിയർ നോട്ടാ. ശംബ്രോ, അപ്പൊ എന്തൊക്കെയാണ് പെർഫോമൻസ് സൈഡിൽ നമ്മൾ സ്വിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്? നമ്മൾ ലൈക്ക് വൂൾഫിന്റെ സ്റ്റേജ് നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മള് ഇൻടേക്ക് ക്യാൻഡിന്റെ ഇൻടേക്ക് ചെയ്തിട്ടുണ്ട് പെർഫോമൻസ് സൈഡ്. അത്രയൊക്കെയാണ് നമ്മൾ പെർഫോമൻസ് സൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ സ്റ്റേജ് 2 ചെയ്യുന്നതിന് മുമ്പ് ഒരു പെട്രോൾ വണ്ടിയാണ്. അപ്പൊ സ്റ്റേജ് 2 ചെയ്യുന്നതിന് മുമ്പും ചെയ്തതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഷെയർ ചെയ്താവും. സ്റ്റേജ് 2 ചെയ്യണതിന് മുന്നേ ചെറിയ ലാഗ് ഉണ്ട്. നമുക്കിപ്പോ ട്രാഫിക്കിലൊക്കെ കയറിപ്പോ ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എടുക്കുമ്പോൾ ഉള്ള ഒരു ലാഗ് ഉണ്ട്. പിന്നെ ഇപ്പൊ നമുക്ക് എന്താ പറയാ, അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫാസ്റ്റ്, നമുക്ക് എന്താ ട്രാഫിക് ആയാലും പെട്ടെന്ന് കയറി പോകാൻ പറ്റും കുറച്ചുകൂടി ഇതില്. പിന്നെ പവർ എന്തായാലും വേരിയേഷൻ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ. അതിപ്പോ എത്രമാത്രം മാറിയിട്ടുണ്ടെന്ന് നമ്മൾ ഡൈനോ നോക്കിയിട്ടില്ല. പെർഫോമൻസിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്ക് അത് നല്ല രീതിയിൽ വണ്ടി ഫീൽ ചെയ്യുന്നുണ്ട്. ആ റെസ്പോൺസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജ് 2 ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മൈലേജിലുള്ള വേരിയേഷൻ കാര്യങ്ങൾ, മൈലേജ് വലിയ ഡ്രോപ്പ് ഒന്നും വന്നിട്ടില്ല. എന്താ പറയാ, എനിക്ക് ഇതിന് മുന്നേ ലൈക് നോർമൽ ഓട്ടത്തിന് 14 ആണ് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. എറണാകുളം സിറ്റിയിൽ 14 ഇപ്പോഴും 14.5 അടുപ്പിച്ച് തന്നെ കിട്ടുന്നുണ്ട്. വലിയ കുഴപ്പമില്ല. കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് സ്റ്റേജ് 2 നമ്മൾ ആർക്കും റെക്കമെൻഡ് ചെയ്യുമോ? ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ എന്താ പറയാ, അത് ഓരോരുത്തരുടെ യൂസിന്റെ ഓടിക്കുന്ന ഒരു രീതി കാര്യങ്ങളൊക്കെ. അതെ 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 അതെ. പിന്നെ നമ്മൾ മൊത്തത്തില് ചെയ്തപ്പോഴത്തേക്ക് ഇതുകൂടി അങ്ങ് ചെയ്ത് ഇറക്കാന്ന് വിചാരിച്ചു. പെർഫോമൻസ് സൈഡ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണല്ലോ ഒരു ഇത്. അതെ അതെ അതെ. നമ്മള് പുറം മാത്രമല്ല, അകത്തോടി നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ. കാരണം നമുക്ക് എന്തായാലും കുറച്ച് നാള് നമ്മൾ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു അപ്ഗ്രേഡ് വേണം തോന്നുന്നു. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് മാറിക്കളയാവുന്ന ഒരു വാഹനമല്ല ഒരു കാർ എന്നൊക്കെ പറയുമ്പോൾ. അതെ, നമ്മൾ ഇന്റീരിയറിൽ നമ്മൾ ഒരു വലിയ ചേഞ്ചസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ സീറ്റ് ബക്കറ്റ് സീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ റൂഫ് ബ്ലാക്ക് ഔട്ട് ചെയ്തായിരുന്നു. റൂഫും കാര്യങ്ങളും നമ്മൾ ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്തായിരുന്നു. പിന്നെ വരുവാണെങ്കിൽ നമ്മള് ഗിയർ നോബും പിന്നെ ഇതിലേക്ക് എയറിന്റെ ഗേജും ഇവിടെയാണ് വരുന്നത്. സോ ആ ഒരു ചേഞ്ചസും കാര്യങ്ങളും ഇന്റീരിയറിൽ വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ഇതൊക്കെയാണ് ഇന്റീരിയറിലെ ചേഞ്ചസ് ഇതൊക്കെയാണ്. പിന്നെ നമ്മള് D&Dയുടെ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഔട്ടിങ്ങളിലൊക്കെ ഉള്ള ഒരു ഇതാണ് സിസ്റ്റമാണ് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ ഇന്റീരിയർ സൈഡിൽ അതെ അതെ അതെ. ഇന്റീരിയറിൽ പിന്നെ ഫീച്ചറിൽ ലൈക്ക് നമ്മൾ സ്റ്റിയറിംഗ് ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ട്. അത് പാടാണ് ഇച്ചിരി. അപ്പൊ അത് നോക്കിയിട്ട് എന്താ ചെയ്യണം. അത്രയൊക്കെ മാറ്റങ്ങളെ വരുന്നുള്ളൂ. ഈ ഒരു സിറ്റില് ഒരു ലോങ് ഡ്രൈവ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ലോങ് ഡ്രൈവ് ഞാൻ കൂടുതലും പോണ നാട്ടിലാണ്. പിന്നെ നാട് പറഞ്ഞ ട്രിവാൻഡ്രമാണ്. അപ്പൊ ഞാൻ ലൈക്ക് വണ്ടിയിലാണ് ഞാൻ പോണതും വരുന്നതൊക്കെ. അപ്പോ ഇവിടെ നിന്നൊരു 230 കിലോമീറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്കങ്ങനെ വലിയ എന്താ ലൈക്ക് കംഫർട്ട് വൈസ് ആയാലും ഞാൻ ഓക്കെയാണ്. പിന്നെ മൈലേജ് വരുവാണെങ്കിൽ എനിക്കൊരു 17 മൈലേജ് എനിക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട് വണ്ടി മാപ്പ് ചെയ്തതിന് ശേഷം. നേരത്തെ എനിക്ക് ഭയങ്കര കൂടുതലല്ലെങ്കിലും ലൈക്ക് ഒരു 18 അടുപ്പിച്ച് കിട്ടുമായിരുന്നു. ഇപ്പോഴും എനിക്ക് 16 to 17 എനിക്ക് കിട്ടുന്നുണ്ട് മൈലേജ്. സിറ്റി റൈഡിന് അപ്പൊ എന്തോരം കിട്ടുന്നുണ്ട്? സിറ്റി റൈഡിന് എനിക്കൊരു 14.5 ഒക്കെയാണ് സിറ്റി റൈഡിന് കിട്ടുന്നത്. പിന്നെ ചില സമയത്ത് ഇപ്പോഴത്തെ നല്ല ബ്ലോക്കാണ് എറണാകുളത്ത്. പിന്നെ ചിലപ്പോ ചില ഇതിലൊക്കെ ഒരു 13 ആ ഒരു റേഞ്ച് കിട്ടാറുണ്ട്. 13.5 14 ആ റേഞ്ചിൽ കിട്ടാറുണ്ട് എന്തായാലും. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു സ്വിഫ്റ്റിന്റെ വിശേഷങ്ങൾ. ഇതിനകത്ത് ചെയ്തിരിക്കുന്ന കാര്യങ്ങളും എല്ലാം തന്നെ പറഞ്ഞു വിശ്വസിക്കുന്നു. അപ്പൊ ശംബ്രോ ഇത്രയും നേരം ഈ ഒരു വണ്ടിയൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് നമ്മുടെ കൂടെ ഇത്രയും സഹായിച്ചതിന് ഒരുപാട് താങ്ക് യു. ഇത്രയും നേരം എന്നെ സഹായിച്ചതിലും വലിയ താങ്ക് യു. എനിക്ക് പിന്നെ അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ, ഞാൻ ഫസ്റ്റ് ടൈം ആണ് വീഡിയോ ചെയ്യുന്നത്. എനിക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ലൈക്ക് പല കാര്യങ്ങളും പറയാനായിട്ട് അറിയത്തില്ല. അതിൽ ഹെൽപ്പ് ചെയ്തതിന് തന്നെ ബ്രോനടുത്ത് ഞാൻ താങ്ക്സ്. അപ്പൊ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ നമ്മള് ഒരു വണ്ടി ഈ എന്താ പറയാ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ബ്രോ അത്യാവശ്യം നന്നായിട്ട് തന്നെ എനിക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. എന്തായാലും അപ്പൊ എന്താ നമ്മൾ ഒരു വ്യൂവേഴ്സിന് കംഫർട്ട് ആവുന്ന രീതിയിൽ അവർക്ക് ഈ ഒരു സ്വിഫ്റ്റ് എടുത്താൽ യൂസ്ഫുൾ ആകുമോ എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ സ്റ്റേജ് ഒക്കെ ചെയ്ത ബ്രോയുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ബ്രോ എന്താ നല്ല രീതിയിൽ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ വ്യൂവേഴ്സിനും കുറച്ചുകൂടി ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇനിയും പുതിയ വാഹനങ്ങളും വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നവരെ